രാവിലെ തൊട്ടൊരു മഴക്കാറുണ്ടായിരുന്നുണ്ട്. മഴക്കോളുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു മഴ പെയ്യൂല എന്നുണ്ട്. കാരണം രാവിലെയൊക്കെ നല്ല മഴക്കാറുണ്ടായിട്ട് ഉച്ചക്കൊന്നും മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ വൈകുന്നേരം ഒരു 6 മണിയോടെ നല്ല മഴക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ആകപ്പാടെ മൂടിക്കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇടിമിന്നലും അതുപോലെ തന്നെ നല്ലോണം മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാനും മൈനൂസും കുറച്ച് നേരം അവിടെ പുറത്ത് പോയി നിന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതെല്ലാം കണ്ടിട്ട് ഞാൻ പിന്നെ അകത്തോട്ട് വന്നിട്ട് ചോറിനുള്ള അരിയാട്ട കഴുകി വൃത്തിയാക്കി ഞാനിതാ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഫ്രിഡ്ജിൽ കുറച്ച് ഇറച്ചി ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അത് വേഗം കറിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. പിന്നെ വേഗം തന്നെ അത് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിയിലിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എരിവിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ചോറ് തിളച്ചപ്പോഴത്തേക്കും ഞാൻ ഇറക്കി വെച്ചിട്ട് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ചിട്ട് നമ്മുടെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചട്ടിയല്ല, നമ്മുടെ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുക്കറിലോട്ട് മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേക്കും നമ്മുടെ ഇറച്ചിയുടെ ചെറുതായിട്ട് തണുപ്പ് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇറച്ചിയാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഇരുന്നുകൊണ്ട് തന്നെ നല്ല ഐസും കട്ട പോലെ ഇരിക്കുകയായിരുന്നു. കുറേ നേരം ഞാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ നേരം ഇങ്ങനെ വെള്ളം മാറ്റി മാറ്റി കൊടുത്തപ്പോഴത്തേക്കും ഐസൊക്കെ വിട്ട് നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇറച്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കട്ട് ചെയ്ത പോടെ അപ്പം തന്നെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. അങ്ങനെ ഇറച്ചി നല്ലോണം വൃത്തിക്ക് കഴുകിയതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നിന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇറച്ചിയുടെ മണം അവിടെ നിന്ന് പോവത്തേ ഇല്ല. പിന്നെ നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ പിന്നെ നമ്മുടെ ഇറച്ചി തട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇറച്ചി തട്ടിക്കൊടുത്ത് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചിട്ട് അത് വേവിക്കാണ്ട് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പരന്ന പാത്രങ്ങളൊക്കെ കൈയോടെ അങ്ങോട്ട് കഴുകി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴുകി വെച്ചതിന് ശേഷം നമ്മുടെ തിണ്ണപ്പുറവും ഗ്യാസിൻ്റെ മേളൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അതിന് മാത്രം അവിടെ നല്ലോണം തിരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മസാല ഉണ്ടാക്കിയപ്പോഴാണെങ്കിലും എല്ലാം കൊണ്ടും അവിടെ അലമ്പായി ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ തുടച്ചിട്ടതിന് ശേഷം രാത്രി ഞാനൊരു തുട പതിവാണ് കേട്ടോ. രാവിലെ എത്ര തുടച്ചിട്ടാലും മൈനൂസ് വീട്ടിലുള്ള ദിവസം നല്ലോണം വീട് അലമ്പാവാറുണ്ട്. അങ്ങനെ തുടച്ച് കയറിയിട്ട് ഞാൻ വേഗം തന്നെ കുളിച്ച് കയറിയിട്ടുണ്ടായിരുന്നേ. ഞാനും മൈനൂസ് നല്ലോണം കുളിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചൂട് കാരണം രാത്രി കുളിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് ചോറ് എടുക്കാൻ നോക്കാണ്ട്. അപ്പോൾ നമ്മൾ ചോറ് ഇങ്ങനെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇറച്ചിക്കറി നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നും കൂടി ഒന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം വെന്തോന്ന് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒന്നും കൂടി ഇറച്ചിക്കറി ഒന്നും കൂടി വേവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെന്ത കുറച്ച് ചാറ് എടുത്തിട്ട് അവൾക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ പപ്പടവും കൂടെ കാച്ചി എടുക്കുന്നുണ്ട്. പപ്പടവും ഇറച്ചിക്കറിയും അച്ചാറും കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഫുഡ് അടി. അങ്ങനെ നമ്മുടെ അയിനൂസിന് വേഗം ചോറ് കൊടുക്കാൻ വേണ്ടി നോക്കാണ്ട്. ഇപ്പം തന്നെ സമയം ഒരു 9 മണിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പപ്പടവും ഇറച്ചിക്കറിയും കൂട്ടി ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അവളെ പ്ലേറ്റിൽ തന്നെ കുറച്ച് ചോറ് ഇട്ടിട്ട് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഷിൻകാക്ക് വന്നപ്പോഴത്തേക്കും കട വരെ ഒന്ന് പോകാനുണ്ടായിരുന്നു. അങ്ങനെ കടയിൽ പോയി സാധനങ്ങളും വാങ്ങിച്ച് തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും പെട്രോൾ അടിക്കാണ്ടായിരുന്നു. അവിടുന്ന് പെട്രോൾ അടിച്ച്